സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പേജ് നമ്പർ 31-34. Now in each of pairs of products given below, can you figure out in your head which is larger and how much more? അതായത് ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുതെന്നും എത്ര കൂടുതലാണെന്നും മനക്കണക്കായിട്ട് പറയാമോ എന്ന്. അപ്പോൾ ഇത് മനസ്സിലാണ് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 12 × 8 അതേപോലെ 18 × 2 തന്നിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ രണ്ട് പെയറുകളിൽ ഏത് പെയറാണ് വലുതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ രണ്ട് പെയറുകളാണ് തന്നിട്ടുള്ളത്, 12 × 8 അതേപോലെ 18 × 2. ഇതിൽ ഏത് പെയറാണ് വലുതെന്ന് നമുക്ക് നോക്കണം. അപ്പം നമുക്ക് ആദ്യം 12 × 8 നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു 12നെ നമുക്ക് 10 + 2 എന്ന് എഴുതാം അല്ലേ. 10 + 2 ആണല്ലോ 12. അതിനുശേഷം ഇൻറ്റു ഇവിടെ എടുത്തെഴുതി, അതേപോലെ 8നെ ഇവിടെ എടുത്തെഴുതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പറിനെ 8 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 10 × 8 അത് നമ്മൾ ഈ ഒരു ബ്രാക്കറ്റിന് എഴുതി. അതിനുശേഷം +2 × 8 അങ്ങനെ എഴുതാം. അതിനുശേഷം നമുക്കിവിടെ ചെയ്യാനുള്ളത് എന്താ, 10 × 8 എത്രയാണെന്ന് നോക്കാം അല്ലേ. 10 × 8 എന്ന് പറഞ്ഞാൽ 80 ആണ്. +2 × 8 എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 18 × 2 ആണ്. നമ്മൾ നേരത്തെ ഇത് ചെയ്ത പോലെ തന്നെ 18 നമുക്ക് 10 + 8 എന്ന് എഴുതാം അല്ലേ. 10 + 8 ആണല്ലോ 18 × 2. അതായത് ഈ × 2 നമ്മൾ വീണ്ടും എടുത്ത് എഴുതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്രാക്കറ്റിലുള്ള രണ്ട് നമ്പർ കൊണ്ടും ഈ 2നെ ഗുണിക്കണം അല്ലേ. അതായത് 10 × 2 അത് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി, +8 × 2 അടുത്ത ബ്രാക്കറ്റിനുള്ളിൽ എഴുതി. അപ്പോൾ 10 × 2 എന്ന് പറഞ്ഞാൽ എത്രയാ, 20 ആണ്. 8 × 2 16 ആണ്. അപ്പോൾ ഈ കിടക്കുന്ന ഈ ഒരു ബ്രാക്കറ്റിനുള്ള രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 16 ആണ് കിട്ടണത് അല്ലേ. അവിടെ വ്യത്യാസമൊന്നും വരണില്ല. പക്ഷേ ആദ്യത്തെ ബ്രാക്കറ്റിനുള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഇവിടെ 10 × 8 80ഉം 10 × 2 20 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ നമ്പറാണ്, അതായത് ഈ പെയറാണ് വലുതെന്ന് പറയാം അല്ലേ. അതായത് 80 + 16 96 വരുന്നുണ്ട്. 20 + 16 എന്ന് പറഞ്ഞാൽ 36 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം കൂടി നോക്കാം. അതായത് 80 - 20 80 - 20 എന്ന് പറഞ്ഞാൽ 60 ആണ് അല്ലേ. അപ്പോൾ എത്ര കൂടുതലാണ്, ഈ തന്നിരിക്കുന്ന ഈ ഒരു പെയറിനേക്കാളും 60 കൂടുതലാണ് ഈ തന്നിട്ടുള്ള ഈ പെയറുകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഈ നമ്പറുകളുടെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ, അതായത് ഗുണനഫലം കണ്ടെത്തുമ്പോൾ ഏതായിരിക്കും വലുതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതും ചെയ്ത് നോക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് തന്നെ ആൻസർ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ തന്നിട്ടുള്ള ഈ 2 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, അതായത് 2 അക്ക സംഖ്യയുടെ കൂടെ വരുന്ന ഒറ്റക്ക സംഖ്യ ഉണ്ടായിരിക്കും അല്ലേ, 1 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറുകളിൽ ഏതാണ് വലുതെന്ന് നോക്കാം. അപ്പോൾ ആ നമ്പർ ആയിരിക്കും, അതായത് ആ ഒരു പെയറായിരിക്കും വലിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ 12ൻ്റെ കൂടെ 8 വന്നിട്ടുണ്ട്, 18ൻ്റെ കൂടെ 2 വന്നിട്ടുണ്ട്. 2 ആണോ 8 ആണോ വലുത്, 8 ആണല്ലോ വലുത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് ആയിരിക്കും വലിയ സംഖ്യ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അടുത്തിവിടെ തന്നിട്ടുള്ളത് 17 × 6 അതേപോലെ 16 × 7 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് 2 ഡിജിറ്റുള്ള നമ്പറിൻ്റെ കൂടെ വരുന്ന ഒറ്റക്ക നമ്പർ ഉണ്ട് അല്ലേ, 1 ഡിജിറ്റ് നമ്പർ. അത് ഏതാണ് വലുതെന്ന് നോക്കാം. ഇവിടെ 17ൻ്റെ കൂടെ 6ഉം ഇവിടെ 16ൻ്റെ കൂടെ 7ഉം ആണോ അല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 6 ആണോ 7 ആണോ വലുത്, 7 അല്ലേ വലുത്. അപ്പോൾ ഈ ഒരു പെയറായിരിക്കും വലിയ സംഖ്യ ആയിട്ട് വരുന്നത്. നമുക്ക് അന്നേരം ചെയ്ത് നോക്കാം ഇത് തന്നെയാണോ എന്ന് കേട്ടോ. 17 × 6 16 × 7. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്. അപ്പോൾ നമുക്ക് 17 × 6 17നെ നമുക്ക് 10 + 7 എന്ന് എഴുതാം, × 6 അതുപോലെ തന്നെ എഴുതാം. അതിനുശേഷം ബ്രാക്കറ്റിനുള്ളിലുള്ള ഈ 2 നമ്പറുകളെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ഗുണിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം 10 × 6 അത് ബ്രാക്കറ്റിനുള്ളിൽ എഴുതി, +7 × 6 അത് അടുത്ത ബ്രാക്കറ്റിൽ എഴുതി. 10 × 6 എന്ന് പറഞ്ഞാൽ 60 ആണ്, +7 × 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. ഓക്കെ അല്ലേ. അടുത്ത നമ്പർ 16 × 7 ആണ്. ഈ 16 × 7 16നെ നമുക്ക് 10 + 6 അങ്ങനെ എഴുതാം. അതിനുശേഷം × 7 അതേപോലെ തന്നെ എഴുതാം. ഇനി നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ 2 നമ്പറുകളെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് ഗുണിക്കണം. അപ്പോൾ 10 × 7 ബ്രാക്കറ്റിനുള്ളിൽ എഴുതാം, +6 × 7
അതിങ്ങനെ തന്നെ എഴുതി. അതിന് ശേഷം നമുക്ക് 10 × 7 എന്ന് പറഞ്ഞാൽ 70 പ്ലസ് 6 × 7 എന്ന് പറഞ്ഞാൽ 42. തന്നിരിക്കുന്ന ഈ പെയറുകളിൽ ഏതാണ് വലുത്, എത്രയാണ് കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 60ഉം ഇവിടെ 70 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് വ്യത്യാസം കണ്ടാൽ മതി. 70 - 60 എന്ന് പറയുമ്പോൾ 10 വരുന്നത്. ഈ രണ്ട് ഭാഗങ്ങൾ തുല്യമായതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇതിനേക്കാളും 10 കൂടുതലാണ് ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ വന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു പെയറാണ് വലുതെന്ന് പറയാം അല്ലേ. അടുത്ത നമ്പർ നോക്കാം. 13 × 9ഉം 19 × 3ഉം. നമുക്ക് നേരിട്ട് തന്നെ പറയാം അല്ലേ. അതായത് ഇവിടെ 9ഉം ഇവിടെ 3ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3ആണോ 9ആണോ വലുത്? 9ആണല്ലോ വലുത്. അപ്പോൾ ഈ പെയറായിരിക്കും വലുത് വരുന്നത്. അതായത് 13 × 9 എന്ന് പറയുന്ന ഈ ഒരു പെയറാണ് വലുത് വരുന്നത്. അതായത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 13 × 9 13 നമുക്ക് 10 + 3 എഴുതാം അല്ലേ. ഇൻറ്റു 9 അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള നമ്പർ കൊണ്ട് ഈ 9നെ ഗുണിക്കണം അല്ലേ. അതായത് 10 × 9 10 × 9 പ്ലസ് 3 × 9 ഇവിടെ എഴുതിയാലോ ബ്രാക്കറ്റിനുള്ളിൽ. 10 × 9 എന്ന് പറഞ്ഞാൽ 90 3 × 9 എന്ന് പറഞ്ഞാൽ 27. അടുത്ത പെയർ 19 × 3 അല്ലേ. 19 നമുക്ക് 10 + 9 എന്ന് എഴുതാം. അതേപോലെ × 3 അങ്ങനെ തന്നെ എഴുതാം. ഇനി നമുക്ക് ബ്രാക്കറ്റിനുള്ളിലുള്ള 10 കൊണ്ടും 9 കൊണ്ടും 3നെ ഗുണിക്കണം. അതായത് 10 × 3 ബ്രാക്കറ്റിനുള്ളിൽ എഴുതി പ്ലസ് 9 × 3 അടുത്ത ബ്രാക്കറ്റിനുള്ളിൽ എഴുതി. 10 × 3 എന്ന് പറഞ്ഞാൽ 30ഉം 9 × 3 എന്ന് പറഞ്ഞാൽ 27 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഡിഫറൻസ് വരുന്നുണ്ട്? 90 - 30 എന്ന് പറയുമ്പോൾ 60. അപ്പോൾ ഇവിടെ 60 കൂടുതലാണ് അല്ലേ. ഈ ഒരു പെയറിനേക്കാളും 60 കൂടുതലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ശരിയാണല്ലോ. ഈ ഒരു പെയറിൽ 13 × 9 വലിയ സംഖ്യയായിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പെയർ തന്നിരിക്കുന്നത് 25 × 6ഉം അതേപോലെ 26 × 5 അല്ലേ. ചെയ്ത് നോക്കാണ്ട് നമുക്ക് പറയാലോ. ഇവിടെ 6ഉം ഇവിടെ 5ആണ്. അപ്പോൾ 6ആണോ 5ആണോ വലുത്? 6ആണല്ലോ. അപ്പോൾ ഈ ഒരു പെയറാണ് വലിയ നമ്പറായിട്ട് വരുന്നത്. ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ 25 × 6 തന്നിട്ടുണ്ട്. 25ന് നമുക്ക് 20 + 5 × 6 അല്ലേ. × 6 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് 20നെയും 5നെയും 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 × 6 ബ്രാക്കറ്റിനുള്ളിൽ എഴുതി പ്ലസ് 5 × 6 ഇവിടെ എഴുതി. അപ്പോൾ 20 × 6 എന്ന് പറഞ്ഞാൽ 120. അതായത് ഈ 0നെ മാറ്റി നിർത്തുകയാണെങ്കിൽ 6 × 2 12 അല്ലേ. അതിനുശേഷം ഇതിൽ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. 5 × 6 എന്ന് പറഞ്ഞാൽ 30. ഇനി അടുത്തത് 26 × 5 26 × 5ൽ 26നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 20 + 6 എന്ന് എഴുതാം × 5 അങ്ങനെ തന്നെ എഴുതി. ഇത് നമുക്ക് 20നെ 5 കൊണ്ട് ഗുണിക്കണം പ്ലസ് 6 × 5 ഇവിടെ എഴുതി. 20 × 5 20 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. 6 × 5 എന്ന് പറഞ്ഞാൽ 30 അല്ലേ. അപ്പോൾ ഇവിടെ എത്ര കൂടുതൽ വരുന്നുണ്ട്? അതായത് 120ൽ നിന്നും 100 മൈനസ് ചെയ്യുമ്പോൾ 20 ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാതെ തന്നെ ഇവിടെ തന്നിട്ടുള്ള പെയറുകളിൽ തന്നിട്ടുള്ള ഈ ഒറ്റ നമ്പറുകൾ, അതായത് സിംഗിളായിട്ടുള്ള ഈ നമ്പറുകളിൽ ഏതാണോ വലുത് ആ പെയറായിരിക്കും വലിയ സംഖ്യയായിട്ട് കിട്ടുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് 25 × 6ഉം 26 × 5ലും ഇവിടെ 6ആണ് വലുത്. അപ്പോൾ ഈ ഒരു പെയറാണ് ഇവിടെ വലുതായിട്ട് വന്നിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങനെ കണ്ടെത്താം കേട്ടോ. ഇനി അടുത്തത് ചെയ്യാനുള്ളത് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷനാണ്, ചതുര ഗുണനം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. 34ാമത്തെ പേജിലാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ചതുര ഗുണനം വെച്ചിട്ട് ഒരു 5 കണക്കുകൾ ചെയ്യാനുണ്ട്. അതിൽ ആദ്യം തന്നിരിക്കുന്നത് 13 × 15 അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു ചതുരം വരയ്ക്കാം അല്ലേ. ഒരു റെക്റ്റാങ്കിളോട് വരയ്ക്കാം. റെക്റ്റാങ്കിളിൻ്റെ നീളം എന്ന് പറയുന്നത് 15ഉം വീതി എന്ന് പറയുന്നത് 13ആണ്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ വശം 15ഉം കൊടുക്കാം, നീളം കുറഞ്ഞത് 13ഉം കൊടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 13ന് നമ്മൾ 10 + 3 എന്നും 15ന് 10 + 5 എന്നും. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം, അതായത് ഒരു ചതുരം വരച്ചതിന് ശേഷം 15ന് നമ്മൾ 10 + 5 എന്ന് സ്പ്ലിറ്റ് ചെയ്തല്ലോ. അതിലെ 10 ഇവിടെ കൊടുക്കാം, 5 ഇവിടെ കൊടുക്കാം. 13ന് നമ്മൾ 10ഉം 3ഉം ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത് അല്ലേ. അതായത് 10ഉം 3ഉം ഇവിടെ എഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഗുണനമാണ് ചെയ്യാനുള്ളത്. അതായത് ഈ 10 × 10 ആ കിട്ടുന്ന ആൻസർ ഇതിലെഴുതാം.
മനസ്സിലായല്ലോ. അതേപോലെ 10 ഇൻറ്റു 5, 10 ഇൻറ്റു 5 എത്ര വരും? 50. അതിവിടെ എഴുതി. ഇനി അടുത്തത് 3 ഇൻറ്റു 10 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 30. അത് ഇവിടെ എഴുതാം. അതിനുശേഷം 3 ഇൻറ്റു 5 15 ഇവിടെ എഴുതാം. എഴുതിയാലോ. അതിനുശേഷം 100 പ്ലസ് 50 150, 30 പ്ലസ് 15 45. ഇനി ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക, കൂട്ടണം. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? ഇവിടെ 5 വരും. 5 പ്ലസ് 4 9 വരും. 1 താഴത്തേക്ക് എടുത്ത് എഴുതി. ആൻസർ വരുന്നത് 195 ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കണക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അടുത്ത നമ്പർ തന്നിരിക്കുന്നത് 17 ഇൻറ്റു 16 17 നമുക്ക് 10 പ്ലസ് 7 എഴുതാം. 16 10 പ്ലസ് 6 എഴുതാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഒരു ചതുരം വരച്ചതിന് ശേഷം നീളവും വീതിയും അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ 17 16. അപ്പോൾ ഇവിടെ 17ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? 10 പ്ലസ് 7 ഇല്ലേ, അതിലെ 10 ഇവിടെ എഴുതാം, 7 എഴുതാം. 16ന് പകരം നമുക്ക് 10ഉം 6ഉം എഴുതാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 10ഉം ഈ 10ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അതായത് 10 ഇൻറ്റു 10 100 ഇവിടെ എഴുതി. 10 ഇൻറ്റു 7 70. അതിനുശേഷം 6 ഇൻറ്റു 10 ചെയ്യാം, 60 വരും. അതിവിടെ എഴുതാം. 6 ഇൻറ്റു 7 42 വരുന്നത്. ഇനി അതിന് ശേഷം 100 പ്ലസ് 70 170 എഴുതാം. 60 പ്ലസ് 42 102. നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 വരും, 7 വരും, 1 പ്ലസ് 1 2 വരും. അപ്പോൾ 272 ഇതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 18 ഇൻറ്റു 19 ചെയ്യാനുള്ളത്. 18 നമുക്ക് 10 പ്ലസ് 8 എന്ന് എഴുതാം. 19 10 പ്ലസ് 9 എഴുതാം. ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമ്മൾ 19ഉം 18ഉം അടയാളപ്പെടുത്തി. അപ്പോൾ ഈ 19ൻ്റെ സ്ഥാനത്ത് നമ്മൾ 10ഉം 9 എഴുതി. 18ൻ്റെ സ്ഥാനത്ത് 10 8 എഴുതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 10 ഇൻറ്റു 10 100, 10 ഇൻറ്റു 9 90, 8 ഇൻറ്റു 10 80, 8 ഇൻറ്റു 9 72 വരും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. 100 പ്ലസ് 90 190 വരും. 80 പ്ലസ് 72 152 വരും. ഇനി നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 വരും. 9 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 14. റിമൈൻഡർ 1 വരും. ശിഷ്ടം 1 വരും. അപ്പോൾ 1 2 3 342 ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. 14 ഇൻറ്റു 18. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചിട്ട് 18ഉം 14ഉം അടയാളപ്പെടുത്തി. 18 നമ്മൾ 10 പ്ലസ് 8 എന്ന് എഴുതി. 14 10 പ്ലസ് 4 എന്ന് എഴുതി. അപ്പോൾ നമുക്കിവിടെ റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം 10ഉം 8ഉം അടയാളപ്പെടുത്തി അല്ലേ. ഇവിടെ 18ൻ്റെ 18ൻ്റെ സ്ഥാനത്ത് 10 പ്ലസ് 8 10 കൂടെ കൊടുത്തു, 8 കൂടെ കൊടുത്തു. 14 10ഉം 4ഉം കൊടുത്തു. 10 ഇൻറ്റു 10 100, 10 ഇൻറ്റു 8 80, 4 ഇൻറ്റു 10 40, 4 ഇൻറ്റു 8 32. ഇനി 100ഉം 80ഉം കൂടി നമുക്ക് ആഡ് ചെയ്യാം. 180 വരും. 40 പ്ലസ് 32 72 വരും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് ഇവിടെ 2 വരും. 8 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 15 വരുന്നത്. റിമൈൻഡർ 1 വരും. 1 പ്ലസ് 1 2 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 252. അടുത്ത് നോക്കിയാലോ. 5 ഇൻറ്റു 15 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 10 5 15 അല്ലേ. 10 പ്ലസ് 5 15. അപ്പോൾ നമുക്കിവിടെ 10 പ്ലസ് 5 അതിലൂടെ 10ഉം 5ഉം കൊടുക്കാം. ഇവിടെ 10ഉം 5ഉം കൊടുക്കാം. ഇനി നമുക്ക് ഗുണിക്കാം. അതായത് 10 ഇൻറ്റു 10 100, 10 ഇൻറ്റു 5 50. ഇനി 5 ഇൻറ്റു 10 വരുന്നത് 50. 5 ഇൻറ്റു 5 വരുന്നത് 25. 100 പ്ലസ് 50 150, 50 പ്ലസ് 25 75. ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 225. ഇതോടുകൂടി 34ാമത്തെ പേജിലെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്പെട്ടു തോന്നാന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം.